Hello students, welcome to XandY Learning. നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിലെ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ഒരുപാട് വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഗുരുത്വാകർഷണം അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി. എല്ലാ ഒബ്ജക്റ്റുകളെയും എർത്ത് അതിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ട് ആപ്പിൾ ന്യൂട്ടൻ്റെ തലയിൽ വീണതും ഇപ്പം ഞാൻ ഈ പെന്ന് ഡ്രോപ്പ് ചെയ്താൽ താഴേക്ക് പോകുന്നതിൻ്റെ ഒക്കെ കാരണം എന്താണ്? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒന്ന് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? എല്ലാ ഒബ്ജക്റ്റുകളും യൂണിവേഴ്സിലെ മാസ്സുള്ള ഏത് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലും അവരിടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ത്? ഭൂമിയിലേക്കെല്ലാം വീഴുന്നത്. ഇതുപോലെ ഈ യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റുകളും, ഇപ്പം ഞാനും ഈ പെന്നും തമ്മിൽ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ വളരെ ചെറുതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കാണാനൊന്നും കഴിയില്ല. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും വരുന്ന ഉറപ്പുള്ളത് എന്താണ്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്തായാലും ചോദിക്കും. ഇവിടുത്തെ ചോദ്യം നോക്കുക. 2 masses 5 kg and 20 kg each are separated by different distances as shown in the figure. ഓക്കെ, അപ്പോൾ 5 കിലോഗ്രാം 20 കിലോഗ്രാം 5 മീറ്ററിൻ്റെ വ്യത്യാസത്തിലും അതുപോലെ തന്നെ വീണ്ടും അവർ 10 മീറ്റർ വ്യത്യാസത്തിലും വെച്ചിട്ടുണ്ട് രണ്ട് ഫിഗർ തന്ന്. ഇൻ വിച്ച് ഫിഗർ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മാസസ് ഇസ് മോർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനധികം കാൽക്കുലേഷൻ ഒന്നും വേണ്ട, ഇല്ലാതെ തന്നെ നമുക്ക് എ പാർട്ട് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു മാസസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു രണ്ട് മാസസ് ആണെന്നുണ്ടെങ്കിൽ M1 M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണ്. ഡി എന്ന് പറയുന്നത് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് ചിത്രത്തിൽ ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, അതിൽ മാറ്റമൊന്നും വരില്ല. M1 M2 5 കിലോഗ്രാം 20 കിലോഗ്രാം അതിലും മാറിയിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്തിലാണ് മാറ്റമുള്ളത്? ഡിസ്റ്റൻസിലാണ് മാറ്റം. ഡിസ്റ്റൻസ് ഇതിൻ്റെ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് എന്താ ചെയ്യുക? കുറയല്ലേ ചെയ്യുക. അതിനിപ്പോൾ ഈ ഇക്വേഷൻ ഒന്നും വേണ്ട. ഭൂമിയിൽ നിന്നും ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. സോ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അപ്പോൾ ഏതിലാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഫിഗർ 1ലാണ്. അപ്പോൾ ഒറ്റ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതിലാണ് കൂടുതൽ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രം എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഫിഗർ 1. രണ്ടാമത്തത്, കാൽക്കുലേറ്റ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മാസസ് ഇൻ ഫിഗർ 2. സെക്കൻഡ് ഫിഗറിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6.67 × 10⁻⁻11 ആണ്. നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? 6.67 × 10⁻⁻11 ആണെന്ത്? ജിയുടെ വാല്യൂ. ഇതിനാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്രയാണ് ആ വാല്യൂ നോക്കാം. F is equal to G M1 M2 by D square ആണ്. G എത്രയാണ്? 6.67 × 10⁻⁻11 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ M1, ആദ്യത്തെ മാസ് 5 കിലോഗ്രാം, രണ്ടാമത്തത് 10 കിലോഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ഫിഗർ 2-ലാട്ടോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കണം. സോ 10 സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു 10ഉം ഈ ഒരു 10ഉം കൂടെ എന്ത് ചെയ്യാം? താഴെ 10 × 10 ആണ്, അത് ഡിവൈഡ് ചെയ്യാം. ബാക്കി ഒരു 5/10 ഉണ്ട്, അതും നമുക്ക് ഡിവൈഡ് ചെയ്താൽ താഴെ നമുക്ക് എന്ത് കിട്ടും? 2 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. യെസ്, ഇവിടെ 5 × 20 ആണല്ലേ. 5 × 10 അല്ല, 5 × 10 അല്ല, 5 × 20 ആണ്. യെസ്, രണ്ടാമത്തെ മാസം എന്ന് പറയുന്നത് 5 × 20 ആണ്, താഴെ 10 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ളത് എന്താണ്? ഡിനോമിനേറ്ററിൽ 10 സ്ക്വയർ ആണുള്ളത്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലേ? ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ആണ്. മുകളിൽ ഒരു 5 × 20 കണ്ടോ? അതും എന്താണ്? 100 ആണ്. അപ്പോൾ മുകളിൽ 5 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. അതിനെ താഴത്തെ 100 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ ബാക്കി വരുന്ന നമ്പർ എന്താണ്? ഈ ഒരു 6.67 മാത്രമേ ബാക്കിയുള്ളൂ. സോ 6.67 × 10⁻⁻11. യൂണിറ്റോ? ഫോഴ്സ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കണം? യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കണം. ശരിയല്ലേ? റെഡി? അപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യം. 3 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ. ABC are 3 പൊസിഷൻസ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ആൻഡ് D ഈസ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ വരിക എന്നുള്ളതാണ് അടുത്ത ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇപ്പോൾ നമ്മൾ പഠിച്ച ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ
അതിനെ നമ്മൾ എന്താക്കിയിട്ട് എഴുതും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്കിയിട്ട് എഴുതാറുണ്ട്. ഇതാണ് F=mg അഥവാ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ ഈസ് ദ വാല്യൂ ഓഫ് മാസ് ഓർ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് സെയിം ഇൻ ഓൾ പൊസിഷൻസ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഒബ്ജക്റ്റുകളുടെ മാസും അല്ലെങ്കിൽ വെയിറ്റും എല്ലാ പൊസിഷൻസിലും സെയിം ആണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. മാസ് എന്ന് പറയുന്നത് എവിടെ പോയാലും സെയിം ആണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ആണല്ലേ. അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 കിലോ അരി ഉണ്ടെങ്കിൽ ആ പാക്കറ്റും കൊണ്ട് നമ്മൾ എവിടേക്ക് ചെന്നാലും അത് 1 കിലോ അരി തന്നെയാണ്. സോ മാസിൻ്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? മാസ് ഈസ് സെയിം എവ്രിവെയർ. മാസ് എല്ലായിടത്തും സെയിം ആണ്. പക്ഷേ വെയിറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ടു എർത്തിൻ്റെ ആ അട്രാക്ഷൻ കാരണം നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഫോഴ്സാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്തല്ല എല്ലാ സ്ഥലങ്ങളിലും സെയിം അല്ല. കാരണം അതിൻ്റെ ഇക്വേഷൻ ഇതാ mg ആണ്. അതിലെ g എന്ന് പറയുന്നത് എർത്തിലെ പല പൊസിഷൻസിൽ പോയാൽ പല വാല്യൂസാണ് ഉണ്ടായിരിക്കുക. സോ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് പറയാം? വെയിറ്റ് ഈസ് നോട്ട് സെയിം. വെയിറ്റ് എന്തല്ല? സെയിം ആവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് അറ്റ് ഡി? ഡി എന്ന് പറയുന്ന പോയിന്റിലെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്താണ്? ഡി എവിടെയാണ്? ഡി ഭൂമിയുടെ സെൻറ്ററിൽ, എക്സാക്ട് സെൻറ്ററിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രത്യേകത അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? 0 ആണ്. ഇവിടുത്തെ g 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെയിറ്റ് അറ്റ് ഡി എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ ഭൂമിയുടെ ഒത്ത നടുക്ക് പോയി നിന്നാൽ നിങ്ങൾക്ക് ഒരു വെയിറ്റും ഫീൽ ചെയ്യില്ല, 0 വെയിറ്റ് ആയിരിക്കും. ഓൺ ദി സർഫസ് ഓഫ് എർത്ത് അറ്റ് വിച്ച് പൊസിഷൻസ് എമംഗ് A, B, C വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബി മാക്സിമം ജസ്റ്റിഫൈ യുവർ ആൻസർ. എത്ര പേർക്ക് ഇതിൻ്റെ ആൻസർ അറിയാം? A, B, C ഒന്ന് പോളിലാണ്, B എന്ന് പറയുന്നത് നടുക്കുള്ളൊരു പോയിന്റിലാണ്, C ഇക്വേറ്ററിലാണ്. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കുക. G കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. G ഇൻറ്റു M ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്തിൻ്റെ സ്ക്വയർ ആണ്. അറിയാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്തിൻ്റെ സ്ക്വയർ. ശരിയാണല്ലോ? യെസ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ? അതായത് G ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് ഓഫ് എർത്തിനെയാണ് ഒന്ന്, രണ്ടാമത്തത് റേഡിയസ് ഓഫ് എർത്താണ്. ഇത് ABC എന്നൊക്കെ പറയുന്നത് എർത്തിൻ്റെ സർഫസിലാണ്. അപ്പോൾ ഒരിക്കലും എർത്തിൻ്റെ മാസിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് റേഡിയസ് ആണ്. റേഡിയസ് ഈ ഷേപ്പ് കണ്ടാൽ, എർത്തിൻ്റെ ജിയോയിഡ് ഷേപ്പ് കണ്ടാൽ എവിടെയാണ് റേഡിയസ് കൂടുതൽ? ഇക്വേറ്ററിലാണോ അതോ പോൾസിലാണോ റേഡിയസ് കൂടുതൽ? എവിടെയാണ് കൂടുതൽ? ഇക്വേറ്ററിലാണ് റേഡിയസ് കൂടുതൽ അല്ലേ? അപ്പോൾ റേഡിയസ് അറ്റ് ദി ഇക്വേറ്റർ ഈസ് മോർ ദാൻ റേഡിയസ് അറ്റ് ദി പോൾ. റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഡിനോമിനേറ്ററിലാണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് കൂടിയാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇക്വേറ്ററിലാണ് ഏറ്റവും കുറവ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള പോയിന്റ് പോളിലാണ് ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? സ്മോൾ g എവിടെയാണ് ഏറ്റവും കൂടുതൽ? പോളിലാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ് ഉണ്ടാവുക? പിന്നെ B എന്ന് പറയുന്ന പോയിന്റ്. ഏറ്റവും കുറവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൻ്റെ സർഫസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് എവിടെയായിരിക്കും? അത് ഇക്വേറ്ററിലായിരിക്കും. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷേ സ്റ്റിൽ നമുക്ക് ഏതാണ് വലുത് ചെറുതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ചെയ്യാൻ അറിയണം. രണ്ടാമത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിലെ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി ഒരു ചോദ്യം കൂടെ. 2 objects of masses 40 kg and 20 kg are placed at different distances as depicted. 20 40 4 മീറ്റർ ഡിസ്റ്റൻസ് അകലെ, 20 40 2 മീറ്റർ അകലെ വെച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഫിഗർ 2 ഈസ് ഹാഫ് ഇൻ ദ ഫിഗർ 1. കറക്റ്റാണ്. The gravitational force of attraction in figure 2 is dash times that of figure 1. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുമ്പം എന്താ സംഭവിക്കുക? ഫോഴ്സ്, മാസ് സെയിം ആണ്, അപ്പോൾ ഫോഴ്സ് കൂടുക ചെയ്യുക അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സെക്കൻഡ് ഫിഗറിലുള്ള ഫോഴ്സ് 1നെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഇരട്ടിയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെയാണോ അതോ രണ്ടാമത്തേലാണോ ഫോഴ്സ് കൂടുതൽ ഉണ്ടാവുക? ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ ഫിഗർ 2ലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഓപ്ഷൻസ് കണ്ടോ? 1/4, 1/2, 2, 4. ഒരു കാര്യം ഉറപ്പാണ്, ഫിഗർ 2 ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും 1/4 1/2 എന്താവില്ല? ആൻസർ ആവില്ല. അതായത് ഫിഗർ 2ൻ്റെ ഹാഫാണ് 1 എന്ന് ഒരിക്കലും വരില്ല അല്ലേ? സോറി, നേരെ തിരിച്ച് ഫിഗർ 2 ഇസ് ഡാഷ് ടൈംസ് ഫിഗർ 1. അപ്പോൾ ഫിഗർ 1ൻ്റെ ഹാഫാണ് ഫിഗർ 2 എന്ന് വരില്ല. ഫിഗർ 1ലെ ഫോഴ്സിൻ്റെ 1/4 ഫിഗർ 2ലെ ഫോഴ്സ് ഒന്നും ഒരിക്കലും വരില്ല. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയാണ് വരിക? ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4 ആയിരിക്കും ആൻസർ. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കുന്നത് ആക്ച്വലി വളരെ സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക. ആദ്യം തന്നെ ഫിഗർ 1. ഫിഗർ 1ലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ G ഇൻറ്റു M1 M2
ഡിവൈഡഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഓക്കെ, അവിടുത്തെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അത് എത്രയാണ്? അത് 4 സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? G ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡ് ബൈ 16 എന്ന് വരും. ഇനി നിങ്ങൾ F2 എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. G M1 M2 ഡിവൈഡഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ആണ്. സോ 2 സ്ക്വയർ. സോ ദാറ്റ് ഇസ് G ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ 4 ആണെന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എന്താണ്? F2 ഇസ് ഹൗ മെനി ടൈംസ് F1 എന്നാണ് വേണ്ടത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? F2 എത്ര ഇരട്ടിയാണ്? F1നെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഇരട്ടിയാണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? F2 ഡിവൈഡഡ് ബൈ F1 ചെയ്യുക. F2നെ F1 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻസ് ഇതാ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡഡ് ബൈ G M1 M2 ഡിവൈഡ് ബൈ 16 ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്റർ രണ്ടും എന്താണ്? ക്യാൻസൽ ആയി പോയിട്ട് എന്ത് വരും? ഇവിടെ 16/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ 4 ഇരട്ടിയാണെന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, ഡിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ അത് ഡിനോമിനേറ്ററിൽ സ്ക്വയർ ചെയ്യപ്പെടുന്ന ഇക്വേഷനിൽ സ്ക്വയർ ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ എന്താകും? 4 ഇരട്ടിയായിട്ട് ഫോഴ്സ് മാറും. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ചെയ്തൂടെ? Every two objects in the universe attract each other with a force that is equal to G M1 M2 divided by R square. Calculate the gravitational force of attraction in figure 1. The value of G need not be substituted. G substitute ചെയ്യാതെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓൾറെഡി നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവിടുത്തെ എത്ര വരിക? ഒന്നാമത്തെ ഫിഗറിലെ ഫോഴ്സ് നമ്മൾ ഓൾറെഡി ഇതാ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഇതാണ് അതിൻ്റെ ആൻസർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസറായി? ഇതിലേക്ക് ഇനി എന്തും കൂടെ കൊടുത്താൽ മതി? മാസും കൂടെ കൊടുത്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു G ഇൻറ്റു മാസും കൂടെ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ ചെയ്യുകയാണത് C പാർട്ട്. F ഇസ് ഈക്വൽ ടു G M1 M2 ഡിവൈഡഡ് ബൈ D സ്ക്വയർ എന്ന് വരും. ജിയുടെ വാല്യൂ കൊടുക്കേണ്ട, G എന്ന് തന്നെ എഴുതിയാൽ മതി. സോ M1 എത്ര? 20 കിലോ 40 കിലോ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. 1-ലെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആൻസറിലേക്ക് ഇതാ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. സോ G ഇൻറ്റു ഇതെത്രയാണ്? 800 ആണല്ലേ. 800 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. മുകളിലും താഴെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, റൈറ്റ്? അല്ലെങ്കിൽ നമുക്ക് 16 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 100 എന്ന് വരും. പിന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മുകളിൽ 50 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ 50 ഇൻറ്റു G ആണ് ആൻസർ. യൂണിറ്റ് ന്യൂട്ടൺ. 50 ഇൻറ്റു G ഇത്രയും ന്യൂട്ടൺ ആയിരിക്കും ഒന്നാമത്തെ ചിത്രത്തിലെ ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ്, ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി ഒറ്റ പോയിന്റും കൂടെ ഓർത്താൽ നമ്മുടെ ഷുവർ ഷോട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ തീരാൻ പോവുകയാണ്. എന്താണ് അടുത്ത ചോദ്യം? അടുത്ത ചോദ്യം ഇതാ. വാല്യൂ ഓഫ് G ഓൺ എർത്ത് ആൻഡ് മൂൺ ആർ ഡിഫറെൻറ്റ്. കമ്പയർ ദ വെയ്റ്റ് ഓഫ് എ ബോഡി ഓഫ് ഹാവിംഗ് മാസ് 100 കിലോഗ്രാം ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ആൻഡ് മൂൺ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരാൻ കാരണം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? G ഇൻറ്റു ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അതിലെ ക്യാപിറ്റൽ G യൂണിവേഴ്സിൽ എല്ലായിടത്തും കോൺസ്റ്റൻറ്റാണ്. M എന്ന് പറയുന്നത് ആ പ്ലാനറ്റിൻ്റെ മാസാണ്. എർത്താണെങ്കിൽ എർത്ത്, മൂണാണെങ്കിൽ മൂണ്. റേഡിയസ് എന്ന് പറയുന്നത് ആ പ്ലാനറ്റിൻ്റെ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ മൂണിലേക്ക് പോകുമ്പം നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വളരെ കുറവാണ്. എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ 1/6 മാത്രമേ ഉള്ളൂ. രണ്ട് സ്ഥലത്തെയും വെയിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ വെയിറ്റ് ഓൺ എർത്ത് എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് mg ആണല്ലേ, mg ആണ്. അതിലെ G എന്താക്കി എടുക്കണം? എർത്തിലെ G എടുക്കണം. മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 100 ആണ്. 100 ഇൻറ്റു 9.8 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 980 ന്യൂട്ടൺ. അടുത്തത് വെയിറ്റ് ഓൺ മൂൺ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആകെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂണാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് 100 മൾട്ടിപ്ലൈഡ് ബൈ മൂണിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1.62 ആണ്. 1.62 ആണ്. സോ 162 എന്ത് വരും? ന്യൂട്ടൺ ആണ് മൂണിലെ വെയിറ്റ്. കണ്ടോ? മൂണിൽ പോയാൽ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്താ ചാടി കളിക്കാൻ പറ്റും. കാരണം വെയിറ്റ് വളരെ കുറവാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി തന്നെ മൊത്തത്തിൽ എന്താണ്? കുറവാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പ്രത്യേകതകളൊക്കെ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.